കോടതിയുടെ അടുത്ത സിറ്റിംഗിൽ പങ്കെടുത്ത് ഡിവോഴ്സ് കേസ് പിൻവലിക്കും. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് ജീവിക്കും. ഇത് നിങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണോ അനു? ആ, അങ്ങനെ ഒരു ധാരണയിലെത്തി. അച്ഛൻ സമ്മതിച്ചാൽ മാത്രമേ ഞങ്ങളത് നടപ്പിലാക്കൂ. അതെ. അച്ഛനത് സമ്മതമല്ല. ഒന്നാമത്, കോടതിയിലെ ഡിവോഴ്സ് കേസ് പിൻവലിച്ചതിന് ശേഷം വീണ്ടും ഒന്നാകാൻ പോകുന്നു എന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നിങ്ങൾ മനസ്സുകൊണ്ട് ഒന്നാവാൻ തീരുമാനിച്ചെങ്കിൽ ആ കേസിന് പിന്നെന്താ പ്രസക്തി? കാത്തിരിപ്പ് നിങ്ങൾ രണ്ടുപേരെയും കൂടുതൽ അകറ്റേയുള്ളൂ. ഇന്ദ്രന്റെ അമ്മ നിങ്ങൾ തിരിച്ചെത്താൻ വേണ്ടി കാത്തിരിക്കുക. ഡിവോഴ്സ് കേസ് പിൻവലിക്കുന്നത് വരെ എന്ന് പറഞ്ഞത് വേറെ ചില തയ്യാറെടുപ്പുകൾക്ക് കൂടി വേണ്ടിയാണ് അച്ഛാ. വേറെന്ത് തയ്യാറെടുപ്പ്? അനുവിനെയും മോനെ കൊണ്ട് എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അച്ഛാ, നമ്മുടെ വീട്ടിലും ഇനി താമസിക്കണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. ഇന്ദ്രേട്ടന്റെ അമ്മ അവിടെയും കയറി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് എന്റെ ഷോപ്പിന്റെ അടുത്തൊരു ഫ്ലാറ്റ് ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു 15 നില ഫ്ലാറ്റ്. അതിന്റെ 12ാം നിലയിൽ ഒരു ഫ്ലാറ്റ് റെന്റിന് കിട്ടും. അതിനൊരു 10 ദിവസത്തെ ടൈം കൂടി വേണം വെച്ചാ. നല്ല സെക്യൂരിറ്റി സിസ്റ്റം ഉള്ള ഫ്ലാറ്റാ. അവിടെ ആരും ശല്യം ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാ അമ്മയെ പേടിച്ച് ഫ്ലാറ്റിൽ ഒളിച്ച് ജീവിക്കുക അല്ലേ? എത്ര നാളത്തേക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒളിച്ച് ജീവിക്കാൻ പറ്റും? നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും സുശീൽ അവിടെ എത്തിയിരിക്കും. അതുകൊണ്ട് അവളെ പേടിച്ചുള്ളൊരു ജീവിതത്തിന് ഞാൻ എൻ്റെ മോളെ വിട്ടു തരില്ല ഇന്ദ്ര. ഇന്ദ്രൻ അനുപമയെ സ്വന്തമായി വേണമെന്നുണ്ടെങ്കിൽ ഇവളെ നീ നാളെ തന്നെ നിന്റെ വീടിനടുത്തുള്ള അമ്പലത്തിൽ വെച്ച് വീണ്ടും ഒരിക്കൽ കൂടി താലി കെട്ടി കല്യാണം കഴിക്കണം. എന്നിട്ട് നീ നിന്റെ ഭാര്യയും കുഞ്ഞുമായി നിന്റെ വീട്ടിലേക്ക് തന്നെ തല ഉയർത്തി കയറി ചെല്ലണം. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും അവിടെ തന്നെ ജീവിക്കണം. എങ്കിലേ എന്റെ സമ്മതത്തോടെ നിങ്ങൾക്ക് വീണ്ടും ഒരുമിക്കാൻ പറ്റൂ. അല്ലെങ്കിലും നിങ്ങൾക്കൊരുമിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ സമയമെടുത്ത് ആലോചിച്ചിട്ട് പറ.